പത്തനാപുരം നടുക്കുന്നിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിൽ മരുന്നോ ആവശ്യത്തിന് ജീവനക്കാരോ ഇല്ല. ഇതുമൂലം പത്തനാപുരം മേഖലയിലെ ക്ഷീരകർഷകർ ഏറെ ദുരിതത്തിലാണ്. ആന്ത്രാക്സ് പോലെ മനുഷ്യരിലേക്ക് വ്യാപിക്കാവുന്ന ഗുരുതരമായ പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ മൃഗങ്ങൾക്കാവശ്യമായ പ്രധാന മരുന്നുകളൊന്നും മൃഗാശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നില്ല. മൃഗാശുപത്രികളിൽ മരുന്ന് വാങ്ങി എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ ദൌത്യം നിർവഹിക്കുന്നില്ല. ആശുപത്രികളിൽ മരുന്ന് കുറയുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മൃഗാശുപത്രി അധികൃതർ അലംഭാവം കാട്ടുകയാണെന്നും ആക്ഷേപമുണ്ട്. പശുക്കളെ ബാധിക്കുന്ന ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വാങ്ങണമെങ്കിൽ 1000 രൂപയിലധികം ചെലവ് വരുമെന്ന് ക്ഷീരകർഷകർ പറയുന്നു. ക്ഷീരകർഷകർ പശുവിനോ കോഴിക്കോ എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ അതിന് പ്രാഥമിക ആവശ്യത്തിന് കൊടുക്കാനുള്ള മരുന്ന് പോലും ഇന്ന് പത്തനാപുരത്തെ വെറ്ററിനറി ഹോസ്പിറ്റലിലില്ല. ഞങ്ങളുടെ കാരമ്മൂട് വാർഡിൽ ഇന്നലെ ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു ക്ഷീര കർഷകന്റെ ദിവസവും 20 കുപ്പി പാൽ കിട്ടുന്ന ഒരു പശു പ്രസവിച്ച് 20 ദിവസമേ ആയുള്ളൂ. ഇന്നലെ ആ പശു മരിക്കുകയുണ്ടായി. ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഈ 20 കുപ്പി പാൽ എന്ന് പറയുന്നത്. മെനഞ്ഞാന്ന് അവർ ഈ പശുവിനെയും കൊണ്ടുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും അവിടെ നിന്ന് അത്യാവശ്യമുള്ള എന്തോ മരുന്ന് കൊടുക്കുകയും ഡോക്ടർമാർ പറഞ്ഞ മരുന്ന് അവർ ദൂര സ്ഥലത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ പശു മരിച്ചു. ആ പശുവിന്റെ സംസ്കാരത്തിന് തന്നെ അവർക്ക് ഇന്നലെ 6000 രൂപ ചെലവായി. ഈ പശു മരിച്ചതിന് ഉപരി അതും കൂടെ അവർക്കൊരു ഇരുട്ടടിയായി. ഇത്തരത്തിലാണ് പത്തനാപുരത്തെ സമീപ പ്രദേശങ്ങളിലെയും മൃഗാശുപത്രികളിലെ കിടപ്പ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഈ മൃഗാശുപത്രികളിൽ മരുന്നില്ലാത്തതിന്റെ പേരിലുള്ളത്. ഈ ആശുപത്രികളിൽ മതിയായ മരുന്നില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യത്തിന് വേണ്ടുന്ന സ്റ്റാഫുകൾ പോലും ഈ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പത്തനാപുരം ആശുപത്രിയിൽ ഉള്ള സ്റ്റാഫുകൾ തന്നെ കൃത്യമായി വരികയോ ഓഫീസിൽ ഉണ്ടാവുകയോ ചെയ്യാറില്ല എന്നുള്ളത് പത്തനാപുരം മൃഗാശുപത്രിയിലെ വളരെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ്. 10 സെന്റ് സ്ഥലത്ത് 25ഓളം പശുക്കളെ വളർത്തുന്ന പത്തനാപുരത്തെ ഗീതയ്ക്ക് പ്രദേശത്ത് ഒരു ക്ഷീരസംഘം ഇല്ലാത്തതിലും പരാതിയുണ്ട്. ഞങ്ങൾക്ക് സൊസൈറ്റി ഇല്ല, ഇവിടെ പാൽ കൊടുക്കാനായിട്ട് സംഘമില്ല പാലളക്കാൻ. അപ്പം നമ്മൾ വീടുകളിലും കടയിലും ഒക്കെ ആയിട്ടാണ് പാൽ കൊടുക്കുന്നത്. ഈ സംഘത്തിൽ കൊടുക്കുന്നവർക്ക് അതിന്റെ കാലിത്തീറ്റ സബ്സിഡി, പിന്നെ അവർക്ക് പെൻഷന് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. കുട്ടികളും പശുവായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനും ഭർത്താവുമായതും മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേക ആനുകൂല്യമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾ ഇതും കൊണ്ടാ കഴിയുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗം ഇതാ. പിന്നെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി പാൽ അളക്കുന്നവർക്ക് അവിടുത്തെ കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പത്തനാപുരത്ത് സൊസൈറ്റി ഇല്ല, സംഘമില്ല പാലളക്കുന്നത്. അന്നേരം നമ്മൾ പാൽ കൊടുക്കുന്നത് കടകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് ആ പാലല്ല. ഈ പാലെല്ലാം ഞങ്ങളല്ലല്ലോ ഉപയോഗിക്കുന്നത്, ഇത് പുറത്ത് തന്നെ കൊടുക്കുന്നത്. അന്നേരം നമുക്ക് അതിൻ്റെതായ സബ്സിഡി ഒന്നും കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒക്കുന്ന സഹായം ചെയ്യുന്നുണ്ട്. മൃഗാശുപത്രി പ്രത്യേകിച്ച് നമുക്ക് മരുന്നൊന്നും അങ്ങനെ വിലപ്പിടിപ്പുള്ള മരുന്നുകളൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഉള്ള മരുന്ന് എന്തോന്ന് വെച്ചാൽ എന്തൊരു ആവശ്യമായിട്ട് ചെന്നാൽ തരും. അല്ലാതെ പ്രത്യേക സബ്സിഡി ആനുകൂല്യങ്ങൾ അല്ലെ നമുക്ക് കർഷകർക്ക് പ്രത്യേകിച്ചുള്ള ഒരു ഇത്രയൊക്കെ നടത്തുമ്പം ഒരു കർഷക അവാർഡ് അങ്ങനൊന്നും ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത മൃഗാശുപത്രിയാണ് പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ ടി അയ്യൂബ് ഖാൻ പറഞ്ഞു. മൃഗാശുപത്രികളുടെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളും അതിൽ ആത്മാർത്ഥത കാണിക്കണം. മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് ലഭിക്കാതെ വരുമ്പോൾ ജീവനക്കാരും ജനങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നതും ഇവിടെ പതിവാണ്. കാര്യങ്ങളും കാരണങ്ങളും എന്തുതന്നെ ആയാലും പത്തനാപുരം സർക്കാർ മൃഗാശുപത്രി ഇപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാതെ കാഴ്ചവസ്തുവായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.